അങ്ങനെ അതാ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജോർജ് കുട്ടി തൻ്റെ മകളായ അഞ്ജുവിന് വേണ്ടി എല്ലാത്തിനെയും വെട്ടി നിരത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് പറഞ്ഞുകൊള്ളട്ടെ, ഈ സംഘടനയുടെ പേര് അമ്മ എന്ന പേര് മാറ്റണമെന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് അയൽക്കൂട്ടമെന്നോ കുടുംബശ്രീ കൂട്ടമെന്നോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി കൂട്ടമെന്നോ ആക്കി മാറ്റണം. അല്ലാണ്ട് ഇത്രയും പരിപാവനമായ പേര് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും മാതൃത്വത്തിൻ്റെ പ്രതീകമായ, ലാളിത്യത്തിൻ്റെ പ്രതീകമായ, കരുണയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായ അമ്മ എന്ന പേരിട്ടുകൊണ്ട് ആ പേരിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സിനിമാ സംഘടനയായ അമ്മ എന്ന ഈ സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലാര് നല്ലതെന്നോ ആര് ചീത്തയെന്നോ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ആരും ആൾക്കാരല്ല. മനുഷ്യ സഹജമായ തെറ്റുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാകാം. തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനുഷ്യനെ മഹത്വവൽക്കരിക്കുക വരുന്ന സംഭവം. പക്ഷെ ഇവിടെ കാലങ്ങളായിട്ട് തെറ്റിൻ്റെ മേലെ തെറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് നമ്മൾ കണ്ടു, ഒരു അതിജീവിതയുടെ വിഷയം ഉണ്ടായതുകൊണ്ട് കുറേ ആൾക്കാർ സ്ത്രീകളെ അമർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങളാക്കിയിട്ട് വലിയ വലിയ നടന്മാരൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടിരുന്ന എല്ലാവരെയും അങ്ങനെ പുറത്താക്കി ശുദ്ധി കലശമൊക്കെ നടത്തിയിട്ട് ഇവരുടേതായ പരിപാടികൾ മാത്രം നടത്തി വളരെ സെറ്റപ്പിൽ ആക്കാൻ നോക്കിയതാണ്. പക്ഷേ സംഭവം എല്ലാം കൈമന്ന് പോയി, എല്ലാത്തിനെയും എടുത്ത് ചാടി. ഇപ്പോൾ ഇന്ന് കണ്ടത് ശ്വേതാ മേനോൻ പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നത്, ഞാൻ രാജിവെച്ചിരിക്കുന്നു, ഞാനും എൻ്റെ കമ്മിറ്റിയും ഇതാ, ഈ ഒരു പരിപാടിക്കേ ഇല്ല, ഇവന്മാരായിട്ടൊരു പരിപാടിക്കേ ഇല്ല. പണ്ട് ആ ലേഡീസ് എല്ലാം പറഞ്ഞ കറക്റ്റാണ്. ഏത് കഴിഞ്ഞ തവണ ഇറങ്ങിപ്പോയ ലേഡീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അത് അതുപോലെ തന്നെ നടന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കൂട്ടം ടീമായ ടിനി ടോം പോയിരിക്കുകയാണ്. ആ പഴയ കമ്മിറ്റിയെ വലിച്ചു വാരി പുറത്തേക്ക് ഇട്ടുകൊണ്ട് പുതിയ കമ്മിറ്റിയെ ജോർജ് കുട്ടിയും ടീമും സെറ്റാക്കിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അൻസിബയെ എല്ലാവരും കൂട്ടം കൂടി ഒറ്റപ്പെടുത്താൻ നോക്കി, ആക്രമിക്കാൻ നോക്കി. അപ്പം ജോർജ് കുട്ടിയും ടീമും രംഗത്തിറങ്ങി. ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തെറ്റാവാം, ശരിയാവാം, പക്ഷേ ഇത് കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ ഇന്ന് ശ്വേതാ മേനോൻ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ ബാബുരാജ് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ നീന കുറുപ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ ഇതിൻ്റെ മുന്നേ ഈ പ്രശ്നം ഫസ്റ്റ് റൗണ്ടിലുണ്ടായപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. വ്യക്തമായിട്ട് അതേ റൂട്ടിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോയത്. ജോർജ് കുട്ടിയും ടീമും ഇറങ്ങി, ലാലേട്ടനും ടീമും ഇറങ്ങി എല്ലാത്തിനെയും വലിച്ചു വാരി പുറത്താക്കിയെന്നല്ല അവരോട് ചോദ്യം ചെയ്തു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തികമായ ക്രമക്കേടുണ്ട്. 68 ലക്ഷം റുപ്യ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ബാബുരാജ് പറഞ്ഞത് ചില്ലറയൊന്നുമല്ല, 68 ലക്ഷത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും വക്കീലന്മാരൊക്കെ കൈവിട്ടു. കാരണം എത്ര എമൗണ്ട് കാണാത്തെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് വലിയ വിഷയമായി വന്നിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ, ഇന്നത്തെ യോഗത്തിലുണ്ടായിരിക്കുന്ന മെയിൻ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അൻസിബ കുറച്ചധികം സംസാരിച്ചു. അൻസിബ ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു വിശദീകരണം കൊടുത്തു. അപ്പം തന്നെ നമ്മുടെ ശ്വേതാ മേനോൻ ഫസ്റ്റ് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അതായത് കമ്മിറ്റി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ പേഴ്സണൽ സ്റ്റഫ്. നിങ്ങൾ രണ്ടുപേർ തമ്മിൽ അടിയിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല. അന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വഷളാവുമായിരുന്നില്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചാണകത്തിൽ തേങ്ങ വീണ പോലെയാണെന്നാണ് പറഞ്ഞത്. മേലേന്ന് തേങ്ങ വന്നിട്ട് താഴെ ചാണകത്തിൽ വീണാൽ എങ്ങനെയുണ്ട്, ആ എഫക്റ്റാണ് ഉണ്ടായതെന്നാണ് നമ്മളൊരു നടൻ, അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് കണ്ടാൽ തിരി. ഇയാളുടെ അഭിപ്രായം കണ്ടായാലും തുടങ്ങണം. അമ്മയെന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. ചങ്ക് പൊടിയുന്നു സത്യത്തിൽ. ഇത്രയും കാലമായിട്ട് ഇതുമായിട്ടുള്ള ഒരു ഐകമത്യവും യോജിപ്പും ഒരു കോപ്പറേറ്റീവ് ആയിരുന്നു. വളരെ സ്നേഹമായിട്ടില്ല എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി. തേങ്ങ ചാണകത്തിനകത്ത് വീണ പോലെ തേങ്ങയെന്ന് ഇങ്ങനെ എന്നോ സംഭവിച്ചു. എനിക്ക് വലിയ വിഷമം അതുകൊണ്ട് പറഞ്ഞത്. തേങ്ങ ചാണകത്തിൽ വീണ എഫക്റ്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാബുരാജാണ്. ചില്ലറ ആരോപണമൊന്നുമില്ല. കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഭവം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയതെ. 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ട് അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്.
ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്, കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അല്ല, അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചത്. അപ്പൊ നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യം. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ, നമുക്ക് എന്ത് പറയാൻ പറ്റും? അതെ, ലാലേട്ടൻ പറഞ്ഞല്ലോ, ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ലേ? അല്ല, അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. കുറ്റാവിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്തെ. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണേ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അതെല്ലാം പക്ഷെ ഇപ്പൊ സംഘടന നന്നായിട്ട് പോകണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം പറഞ്ഞിട്ടില്ല. 68 ലക്ഷം രൂപ കണക്ക് തെറ്റിപ്പോയി, കണക്ക് കാണുന്നില്ല. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഇത് സാറേ വിജിലൻസ് അന്വേഷണം വേണ്ടി വരുമോ? വിജിലൻസ് അന്വേഷണം ഈ സംഭവത്തിൽ വേണ്ടി വരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വരുന്ന കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നൈസായിട്ട് ആരും നോക്കാനില്ല. ഈ മുമ്പത്തെ ഒരു വിഷയം വന്നപ്പോൾ കുറച്ച് നടിമാരൊക്കെ ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ അത് വന്നപ്പോൾ ഈ ലാലേട്ടനും വലിയ വലിയ നടന്മാരൊക്കെ ഒന്ന് മാറി നിന്നപ്പോൾ പ്രശ്നങ്ങൾ, ആരോപണം വരണ്ട, എല്ലാം സ്ത്രീകൾ തന്നെ ഏറ്റെടുത്ത് നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ശ്വേതാ മേനോനൊക്കെ ഏൽപ്പിച്ചപ്പോൾ ഇവർ വിചാരിച്ച് ആരും നോക്കാനൊന്നുമില്ല. നല്ല അടിവരവ് നടന്നിട്ടുണ്ടാകുന്ന ആരോപണം. പല ആൾക്കാരിൽ നിന്നും റെസീറ്റ് കൊടുത്തിട്ടും റെസീറ്റ് കൊടുക്കാണ്ടും പല സംഘടനകളുടെ നിന്നും പിരിവൊക്കെ നടത്തിയിട്ട് അതൊന്നും ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ബാബുരാജിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അൻസിബ വളരെ വ്യക്തമായിട്ട് എല്ലാവരെയും വിളിക്കണം, എല്ലാവരും തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞത്. അൻസിബ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും തിരിച്ചു വിളിക്കണം. അൻസിബ വളരെ ശക്തമായിട്ടാണ് ഇന്നും നിലപാട് പറഞ്ഞിട്ടുള്ളത്. സംഭവം അൻസിബ ആൾ പൊളിയാണ്, ഉള്ള കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമല്ലോ. അവർ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു, അത് നേടിയെടുത്തു. വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെയിം സാധനം ഇപ്പം ബാബുരാജ് പറഞ്ഞ അതേ സാധനമാണ് അൻസിബി ഇപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ജനറൽ ബോഡിയിൽ കണക്കുകൾ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ബാബുരാജ് നേരത്തെ പറഞ്ഞത് 68 ലക്ഷം കണക്ക് തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അൻസിബിയും പറഞ്ഞു വെച്ചിരിക്കുന്നത് അതേ സംഭവം തന്നെയാണ്. ബാക്കി കേട്ടോക്കാം. 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനും. അപ്പോൾ ഇതിൽ വെറും നമ്മൾ ആദ്യം കരുതിയതുപോലെ ഇവർ വിഷയം മാറ്റാൻ നോക്കിയതാണ്. അതിനിടയ്ക്ക് ടിനി ടോം ഇത് വിഷയം മാറ്റേണ്ടിയിട്ട് മറ്റേ ജിഹാദി വിഷയവും മതം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തെങ്കിലും വിഷയത്തിൽ മതം അങ്ങ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് രക്ഷപ്പെടാമല്ലോ. ഇതിൽ മറുപടി പറയേണ്ടത് ടിനി ടോം, അതുപോലെ തന്നെ മറ്റേ എന്താ അവളുടെ പേര്, ജയപ്രിയ, മറ്റേ ലക്ഷ്മിപ്രിയ, അതുപോലെ ശ്വേതാ മേനോനൊക്കെ നല്ലോണം വെള്ളം കുടിക്കേണ്ടി വരും. കാരണം പൈസയുടെ വലിയ തിരിമറിയുടെ നടന്നിട്ടുണ്ടെന്നാണ് ഒരു ഏകദേശം ഐഡിയ കിട്ടുന്നത്. സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ
അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു വാർഷിക റിപ്പോർട്ട് പോലും കൃത്യമായി നൽകാൻ പറ്റാത്തൊരു കമ്മിറ്റിയാണ്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ അതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ കൈയൊഴിഞ്ഞു, വക്കീൽമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം വിടുക, 25 ദിവസം വിടുക, 45 ദിവസം വിടുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്വേതാ മേനോന് ഇതിൻ്റെ ABCD അറിയില്ല. ഒരു കമ്മിറ്റി എന്താണെന്നോ ആ കമ്മിറ്റിയിൽ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യണമെന്നോ ഇതൊക്കെ എങ്ങനെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആ നിർദ്ദേശങ്ങൾ മറ്റ് കമ്മിറ്റി അംഗങ്ങളെ കൊണ്ട് പാലിപ്പിക്കാനും അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ തമ്മിലുള്ളൊരു കോർഡിനേഷൻ, അവർ തമ്മിലുള്ള സ്വരചേർച്ച ഉണ്ടാക്കിയെടുക്കലൊക്കെ പ്രസിഡൻറ്റിൻ്റെ ബാധ്യതയാണ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് രാവിലെ വന്നിട്ട് കുറേ ആൾക്ക് കൈയും കൊടുത്ത് കുറേ ആളെ കെട്ടിപ്പിടിച്ച് വരുന്ന ആളെയൊന്നും സ്വീകരിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു സംഘടനയാവുമ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുമ്പോൾ നമ്മൾ അതിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാര്യങ്ങൾ മുറ പോലെ ചെയ്യാൻ ആൾക്കാരോട് റെസ്പോൺസിബിൾ ആയിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കണക്കുകൾ അവതരിപ്പിക്കാൻ. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, ബാബുരാജ് പറഞ്ഞിട്ട് ഇത് കേട്ടില്ലേ, എനിക്ക് 10 ദിവസം സമയം കൊണ്ടാ 40 സമയം കൊണ്ടാന്ന് ഇന്നും അറിയാം. ഈ ജനറൽ ബോഡി നടക്കുമ്പോൾ ജനറൽ ബോഡിക്ക് നമ്മളെല്ലാം പ്രിപ്പയർ ആയിട്ട് പോകണ്ടേ? ആ സംഘടനയിൽ മറ്റേ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിള്ളേർ കളിയാണോ ഇത്? എന്താണ് ഈ ഞാനൊരു അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. സ്പീക്കർ രാജിവെച്ച് പോയ കമ്മിറ്റിയുടെ അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ബാബുരാജ്, ഈ സംഘടനയെ കുറ്റാരോപിതരുടെ കയ്യിലേക്ക് വീണ്ടും വിട്ടെറിഞ്ഞു എന്ന് പറഞ്ഞു. ഒരാളും കുറ്റാരോപിതർ ഏതൊക്കെ പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടി ശ്വേതനെയും ടീമിനെ ഊക്കിന്ന് വേണം പറയാം. ഊക്കി വിട്ടും അവരതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ, സ്ത്രീത്വത്തിൻ്റെ കാർഡൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കണക്ക് അവതരിപ്പിക്കാൻ ആരെയാണോ ചുമതലപ്പെടുത്തിയത് അവർ ചെയ്യേണ്ടതാണത്. അതൊന്നും ചെയ്യാണ്ട് അതുപോലെ ചെറിയൊരു വിഷയം അൻസിബ് ചെറിയൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഒരു സ്ത്രീയായ ശ്വേതാ മേനോൻ തന്നെ അൻസിബിനോട് പറയാമല്ലോ, ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ, കമ്മിറ്റിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ തമ്മിൽ അടിച്ചു തീർത്തോന്നാണ് അവൾ പറഞ്ഞിട്ട് വിഷയമാക്കിയെന്ന് പറഞ്ഞിട്ട് വളരെ നൈസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശ്വേതയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കാണുന്നത് ശ്വേതൻ്റെയാണ്. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പേഴ്സണലി ശ്വേതാ മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയുക എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനേൻ്റെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവർ റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീൻ്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിൻ്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇത് വീണ്ടും വീപ്പലക്കൽ തന്നെയാണ്. അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാണ്.
ഇവളിപ്പോൾ വരുന്ന ബാബുരാജിൻ്റെ കമ്മിറ്റിക്കാണ് വിഷയം. ബാബുരാജ് ട്രഷററായിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ബാബുരാജ് സംഭവത്തിൽ വിഷയത്തിലൊന്നും ഇടപെടാതെ ഓടിപ്പോയി. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസിഡൻറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ മറ്റേ കാടർക്കാണ്, സ്ത്രീത്വത്തിൻ്റെ കാടർക്കാണ്, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തനങ്ങൾ പണ്ട്. ഇതിൻ്റെ മുന്നേ ഇപ്പം റെഡിയായി, ഇപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകുന്നുണ്ട്. പണ്ട് പോയ ആൾക്കാർ പറഞ്ഞ കറക്റ്റ് കുറ്റാരോപിതരുടെ കയ്യിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ശ്വേത പ്രസിഡൻ്റായി വന്നപ്പോൾ പറഞ്ഞിരുന്നത് പോയെന്നവർ പോയി, അവരവരുടെ വാശിക്ക് പോയതാണ്. അവർ ഞങ്ങളും സ്ത്രീകളാണ്, ഞാനും ഒരു സ്ത്രീയാണ്, എന്നെ തന്നെയാണ് പ്രസിഡൻ്റാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ മനസ്സിലായി, മുൾക്കിരീടം തലയിൽ വെച്ചതിൻ്റെ വേദന ഇപ്പോഴാണ് കിട്ടിയത്. വിഷയങ്ങളായത് ഇപ്പം മനസ്സിലായി. ഇനി നമുക്ക് കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഇതിൻ്റെയൊക്കെ ഈ ശ്വേത എന്ന് പറയുന്ന ആൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരച്ചു കൊടുത്തിട്ട് പിന്നെ വിദൂഷക വേഷം അണിഞ്ഞ നമ്മുടെ കഥാനായിക രംഗത്തെത്തിയിരിക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. ശ്വേത പറയുന്നു ശ്വേത പൂർണ്ണമായിട്ട് രാജിവെച്ചു. ഞാനും രാജിവെച്ചു. അംഗത്വം ഉപേക്ഷിച്ചു. ലക്ഷ്മി അംഗത്വം ഉപേക്ഷിച്ചു. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ലക്ഷ്മി? എനിക്കറിയില്ല. കാരണം ഒരു സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷനെ മാത്രം വിശ്വസിക്കുന്നു. അത് മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള അത് അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആ മാധ്യമപ്രവർത്തകൻ്റെ മുഖത്ത് അടികൊണ്ട പോലെയായി കാര്യങ്ങൾ. എന്ത് സംഭവിച്ചു ലക്ഷ്മിപ്രിയ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് നീയൊക്കെയാണ് ഇതിന് കാരണം, നീയൊക്കെ ഏഷണി പറഞ്ഞ് എന്നെ ഇങ്ങനെ ആക്കി, എന്നെയും എൻ്റെ ശ്വേതയെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതോ അൻസിബയെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ടോർച്ചർ ചെയ്തതോ ഒന്നുമല്ല വിഷയം. ഇപ്പം മാധ്യമപ്രവർത്തകരായി കുറ്റക്കാർ. മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ്. ഇതാണ് വിഷയം. ഇവരുടെ മെയിൻ വിഷയം എന്തെങ്കിലും ഒരു വിഷയം മനസ്സിലായില്ലേ? ഉള്ളിലെ ഒതുക്കേണ്ട വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങൾ പോലീസ് സ്റ്റേഷൻ. ഇവർക്ക് ഇപ്പം ഭരണത്തിലെന്തോ പിടിപാടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കേന്ദ്രത്തിൽ എവിടെയോ ഒരു പിടിപാടുണ്ട്. അതാണ് ഇവർ കാണിക്കുന്നത്. ഇവർ വേഗം പോയിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, വനിതാ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, എന്നിട്ട് ആൾക്കാരെ അവിടെ വിളിച്ച് 3-4 മണിക്കൂർ ഇരുത്തിയിട്ട് ക്യാമ്പില്ലാത്ത പരാതിയിൽ മറ്റേ SIയും CI ആയിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് അവിടെ ഇരുത്തുക, എന്നിട്ട് ടോർച്ചർ ചെയ്യുക. സ്റ്റേഷനിൽ വിളിപ്പിച്ചാൽ നമുക്കറിയാലോ, അവിടെ ഇരിക്കുക, കുറച്ച് നേരം ചോദ്യങ്ങൾ ചെയ്യും, എന്താണ് വിഷയങ്ങൾ, എങ്ങനെയാണ് ഇത് പറയലെന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങ് പീഡിപ്പിക്കുക. ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ ഒരു ഹോബി. എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവർ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന് പറയുന്നു. അത് എനിക്കുൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും ആർക്കും അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് തെറ്റി, അവിടെ തെറ്റി, അതിൽ തെറ്റി. നിങ്ങളുടെ ഇൻഫ്ലുവൻസിൽ ഒരു പ്രസിദ്ധമായ ഒരു സ്ഥലത്തിൽ നിന്ന്, ഒരു ആരാധനാലയത്തിൽ നിന്ന് 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് വന്നിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. അതിന് റെസീറ്റ് മുറിച്ചു കൊടുത്തിട്ടുണ്ടോ? അതിൽ എത്ര തുകയാണ് നിങ്ങൾ കൈപ്പറ്റിയത്? എത്ര തുക നിങ്ങൾക്ക് കിട്ടി? ഇനി എത്ര തുക കിട്ടാനുണ്ട്? ഇതുപോലെ അറിഞ്ഞതും അറിയാത്തതുമായി എവിടുന്നൊക്കെ നിങ്ങൾ പിരിച്ചു, എത്ര പിരിച്ചു? ബാബുരാജ് പറഞ്ഞതുപോലെ ഒരു 68 ലക്ഷത്തിൻ്റെ കണക്ക് ടാലി ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തെളിയിച്ചിട്ട് വേണം ഈ രാജിവെക്കൽ. അതെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അപ്പം തന്നെ രാജിവെച്ചിട്ട് പോകാൻ ഇത് വായനശാല അംഗത്വമൊന്നല്ല. നിങ്ങൾ വളരെ സുപ്രധാനമായ ഒരു കമ്മിറ്റിയിൽ അംഗമായി അതിനുവേണ്ടി പിരിവുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം ചോദ്യങ്ങൾ വരുമ്പോൾ ഇറങ്ങിപ്പോവുക, ദേഷ്യപ്പെട്ട്
പിന്നെ ഇറങ്ങിപ്പോകുക എന്നുള്ളതൊന്നും ഒരു മാന്യതയുടെ ഭാഗമല്ല. വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. ഓഗസ്റ്റ് 10 മുതൽ ഇതുവരെയുള്ള ഇത്ര ചെറിയ മാസങ്ങളേ ഉള്ളൂ. ഈ മാസത്തെ കണക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിലോടൊപ്പം തന്നെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കം സംഘടനയെ വളരെ മോശപ്പെടുത്തി എന്നൊക്കെ ചർച്ചയുണ്ടായെന്ന് തീർച്ചയായും പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് ഒരു പരാജയം സംഭവം ഇല്ല. വ്യക്തിപരമായ ഇവരെന്തൊക്കെയായി പറയുന്നത്? അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത് വിഷയമായെന്ന് ചോദിച്ചപ്പോൾ വിഷയമായത്. ആരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഇതിൽ അൻസിബയ്ക്കെതിരെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തത് ആരാ? ഈ പറയുന്ന ആൾ തന്നെ അല്ലേ? ഇനി പരിഹരിക്കേണ്ടത് ആരാ? ശ്വേതാ മേനോൻ. പരിഹരിച്ചോ? ഇല്ല. നത്തിങ് ടു ഡൂ വിത്ത് അമ്മ. നിങ്ങൾ തമ്മിൽ തീർത്തോ? ഇവർ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ആ പെൺകുട്ടിയെ ഹറാസ് ചെയ്തു. എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയുക ഇതിലൊക്കെ ഉത്തരവാദി സംഘടന എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് പറയേണ്ട വിഷയമല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്? പ്രഹസനം കാണിക്കുകയാണോ സജിയെ? പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ആദ്യം ഉണ്ടാവണം. വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായ പ്രശ്നത്തെ അങ്ങനെ കാണാനും കഴിയാത്തിടത്തോളം കാലം കമ്മിറ്റി വന്നാൽ ഇത് ഈ തർക്കങ്ങൾ ഇന്നത്തെ ചർച്ച സംഘടിതമായ ഒരു ചർച്ചയാണ്, ആസൂത്രിതമായ ഒരു ചർച്ചയാണെന്ന് ലക്ഷ്മി സംശയിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവര് മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ അറിയാം? അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയാവുന്ന പേരുള്ളൂ. അങ്ങനെ പറയാൻ പറ്റൂല. ജോർജ് കുട്ടിയെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. വിഷയങ്ങൾ നടക്കും. ഇതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ 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 വൻ വിഗ്രഹങ്ങൾ ഉടയും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ ഇതൊക്കെ എന്തുതന്നെയായാലും നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് മനസ്സിലാക്കുക. ഇവർ കുറച്ച് കാലമായി സംഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു മാറ്റമാണത്. ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തു. എന്തൊക്കെ ഇവർ പറയുന്നത്? ഇവർ അമ്മയിൽ മെമ്പർ ആയതിനു ശേഷമാണ് ഇവരെ കമ്മിറ്റിയിൽ അംഗങ്ങളാക്കുന്നത്. കമ്മിറ്റിയിൽ ഇവരോട് കണക്ക് ചോദിക്കാനും 68 ലക്ഷത്തിൻ്റെ ഷോർട്ടേജിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ, അൻസിബയുടെ വിഷയമൊക്കെ സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് വോക്ക് ഓവർ ആയത് ഇറങ്ങി വന്നത് ഓക്കെ, അംഗീകരിക്കാം. പക്ഷേ അപ്പോഴത്തേക്ക് എങ്ങനെ അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെക്കുന്നത്? നിങ്ങൾ ഒരു സംഘടനയിൽ അംഗമായിരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കോർ കമ്മിറ്റിയിലേക്ക് എടുത്തു. ഓക്കെ, കോർ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ രാജിവെക്കാം. ഓക്കെ, നിങ്ങൾ രാജിവെക്കുന്നത് പൊസിഷനിൽ നിന്നാണ്. അമ്മയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനത്താണ് രാജിവെക്കുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം ലക്ഷ്മിപ്രിയയും പറഞ്ഞത് തന്നെയാണ്, ഞാനും രാജിവെച്ചു, ഞാനും അംഗത്വം രാജിവെക്കുകയാണ്. അങ്ങനെ അങ്ങ് അംഗത്വം രാജിവെച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിരിച്ച പൈസക്കും നിങ്ങൾ ചെയ്ത പല ആൾക്കാരോടും കൊടുത്ത ഉറപ്പുകൾക്കും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ച കാലയളവിലുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ? അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അത് നേരത്തെ പറഞ്ഞത് പിള്ളേരെ കളിയല്ലല്ലോ. ഞാൻ പേഴ്സണലി ശ്വേതാ മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡ ആയിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാർ ഇത് പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. സ്ത്രീത്വത്തിൻ്റെ കാർഡ് ഇറക്കിയിട്ട് അത് ഈ എളുപ്പമാണല്ലോ. ഏത് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ചെയ്താലും. ഇപ്പം നമുക്കിതിൽ ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോപണത്തിന് മറുപടി പറയാതെ ഞാനെന്ന് പറയുന്ന പുരുഷനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ആ വിഷയമോ ആ അഡ്രസ്സ് ചെയ്ത ഇഷ്യൂവോ ഇല്ലാതാകുന്നില്ല. നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നപ്പോൾ നിങ്ങൾ പിരിച്ച പൈസയിൽ നിന്ന് വന്ന എമൗണ്ടുകൾ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആകുന്നില്ല, വരവും ചെലവും തമ്മിൽ ഒക്കുന്നില്ലെന്നും ചെലവ് കണക്ക് പ്രകാരം ട്രഷറി ആയ ബാബുരാജ് സാർ പറഞ്ഞതുപോലെ ഒരു 68 ലക്ഷം ഷോർട്ടേജ് കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അൻസിബ പറഞ്ഞതുപോലെ എമൗണ്ടിൽ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ ഇതുതന്നെയാണ് വിഷയം. എല്ലാ സംഘടനകളും നടക്കുന്നത് തന്നെയാണ് വിഷയം. സാമ്പത്തികമായിട്ട് ഇവർ മാത്രം ഒതുക്കാൻ നോക്കി. നേരത്തെ പറഞ്ഞ ഈ രണ്ടാൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ ഒരു കഴിവ് ഉപയോഗിച്ച് പല ഫണ്ടുകളും വന്നു. ഈ ഫണ്ടുകൾ ഇങ്ങനെ വന്നപ്പോൾ അവരുടെ ഒരു മേന്മ കൊണ്ടാണ് ഫണ്ട് വരുന്നത് എന്ന് കരുതിയിട്ട് ഫണ്ട് വലിക്കാൻ തുടങ്ങി.
അതിനെ കൂട്ടത്തിലുള്ളവർ ചോദ്യം ചെയ്തു. അപ്പോൾ വിഷയങ്ങളായി. അപ്പോൾ എന്തായി, അൻസിബിനെ ടാർഗറ്റ് ചെയ്തു. ഇവളാണ് ഇതിൻ്റെയൊക്കെ ഡിസ്കഷൻ നടക്കുന്നത്, അപ്പോൾ ഇവളെ അങ്ങ് ഒതുക്കാമെന്ന് പറഞ്ഞ് ടിനി ടോമും എന്താക്കി, ഒരു 2-3 ജിഹാദി പ്രയോഗവും അവൾ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റാൻ നോക്കിയപ്പോൾ അൻസിബ പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അൻസിബ ഇങ്ങനെ സീൻ ഉണ്ടാക്കും. അൻസിബ വന്നിട്ട് പൊതുവായ ഒരു മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, ഇതിനുള്ളിൽ എനിക്കെതിരെ പല ആരോപണങ്ങളും വരുന്നുണ്ട് എന്നിട്ട് അവളെ ടാർഗറ്റ് ചെയ്യുന്ന വിഷയം ഉണ്ടാക്കി. വളരെ കണ്ണിങ് ആയിട്ടാണ് നീങ്ങിയത്. അപ്പോൾ എന്നിട്ട് എന്താക്കി, സോഷ്യൽ നോർമലായിട്ടുള്ള മീഡിയാസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ലക്ഷ്മി പ്രിയ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തതും അൻസിബയെ ഹറാസ് ചെയ്തതും പിന്നെ വലിയൊരു ആരാധനാലയത്തിൽ നിന്ന് 75 ലക്ഷം പിരിവ് വന്നതും എല്ലാം ചർച്ചയായി. അങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ജനറൽ ബോഡിയിൽ എത്തുകയും ക്വസ്റ്റ്യൻസ് ഇവർക്കെതിരെ വരികയും ആരാണോ കളിക്കാൻ നോക്കിയത്, ടിനി, ശ്വേത, ലക്ഷ്മിപ്രിയ, പിന്നെ വേറൊരാളും കൂടിയുണ്ട്, അവർ മറ്റേ പ്രധാനപ്പെട്ട ആളല്ല, പാവാണ്, നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇവർ 3 പേരും അട്ടപടലം മൂഞ്ചി എന്ന് പറയണം. ടിനി മാത്രം ഇതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വമ്പന്മാരെ രംഗത്ത് ചില്ലറക്കാരല്ല ഇറങ്ങിയിട്ടുള്ളത്. അൻസിബയെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് മക്കളെ ഇറങ്ങിയത്. അപ്പോൾ അൻസിബ ക്ലീൻ, അൻസിബ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ഇന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. അൻസിബയ്ക്കെതിരെ പടപൊരുതാൻ, സാമ്പത്തികമായ ക്രമക്കേട് മറച്ചു വെക്കാൻ, അൻസിബയെ ജിഹാദി എന്ന വ്യാജേന പടച്ചു വെക്കാൻ നോക്കിയ ആൾക്കാരൊക്കെ അട്ടപ്പടലം കോരിപ്പോയി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ സത്യം എന്നായാലും പുറത്തു വരും എന്ന് പ്രത്യാശ പുലർത്തിക്കൊണ്ട് അമ്മയിലെ പുതിയ അഡ്ഹോക് കമ്മിറ്റി, നമ്മുടെ പിഷാരടി ചെയർമാനായിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റി വരികയും അവർ കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിച്ച് പുതിയ കമ്മിറ്റിയെ അടുത്ത് തന്നെ വരുമെന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ചളിവാരിയർ വരെ നമുക്ക് ശുഭപ്രതീക്ഷ നിലനിർത്താം. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ